അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് വീഡിയോ ഇടുന്നത്. ഇപ്പം കാലവും മാറി കോലവും മാറി. ഇപ്പോൾ അധികമായിട്ട് നമ്മൾ രാവിലെ ഫോണെടുത്ത് തുറന്ന് നോക്കിയാലും അതുപോലെ നമ്മൾ മരണ വാർത്ത കേൾക്കും പല ജാതിയിലായിട്ട്. ആദ്യമൊക്കെ നമ്മൾ മരണ വാർത്ത കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലും. ഒരു വിഷമം നമുക്ക് നേരിടുമ്പോഴും അതുപോലെ ഒരു വിഷമ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ മരണ വാർത്ത ആരെങ്കിലും നമുക്ക് ഫോണിൽ അയക്കുമ്പോൾ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് എഴുതിയ സ്റ്റിക്കർ പെട്ടെന്ന് തപ്പും, അതങ്ങെടുക്കും, അങ്ങിടും. ഇത് മാത്രമല്ലേ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത്? സുഹൃത്തുക്കളെ, നമ്മളെ മുത്തുനബി പഠിപ്പിച്ചു തന്നത് എന്തെങ്കിലും സങ്കട വാർത്ത കേൾക്കുമ്പോഴും ആരെങ്കിലും മരിച്ചെന്ന് കേൾക്കുമ്പോഴും നമ്മളോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് നാവ് കൊണ്ട് ചൊല്ലാനാണ്. നമ്മൾ വാട്സപ്പിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന സ്റ്റിക്കർ തൊട്ട് അയക്കുമ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് ചൊല്ലാറുണ്ടോ? ഒരു സങ്കട വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ദിക്ർ നമ്മുടെ മനസ്സിൽ ചൊല്ലണം. നമ്മളത് ചൊല്ലി ശേഷമാണ് നമ്മൾ സ്റ്റിക്കർ വാട്സപ്പിൽ അയക്കേണ്ടത്. സ്റ്റിക്കർ നമുക്ക് അയക്കുന്നതിൽ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്നത് സ്റ്റിക്കർ അയക്കുന്നതിന് പ്രശ്നമില്ല. കാരണം അവർക്ക് നമ്മൾ മരണവാർത്ത അറിയിക്കുന്നവർക്ക് നമ്മൾ ഈ ഒരു മെസ്സേജ് കണ്ടിക്ക് എന്ന് അറിയിക്കുന്ന ഒരു സിമ്പിൾസാണ് ഈ ഒരു സ്റ്റിക്കർ വിടൽ. അപ്പോൾ അവർക്ക് അതൊരു ആശ്വാസമായി തീരും. എങ്കിൽ നമ്മൾ ഒരു സ്റ്റിക്കറിലൂടെ ഒതുക്കരുത്, നമ്മൾ ഈ ഒരു ദുആ ചെല്ലണം. ഇതാരും മറന്നു പോവരുത്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കണം. ഇതുപോലെയുള്ള വാർത്തകൾ, മരണ വാർത്തയും അതുപോലെ എന്തെങ്കിലും അസുഖം കേൾക്കുമ്പോഴൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ നിങ്ങൾ വായ് കൊണ്ട് ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ കൈകൊണ്ട് സിമ്പിൾസ് സ്റ്റിക്കർ അയക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.